നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളാണ്. ആദ്യം വരുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 324. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. 2011 മുതൽ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. ഇത് 2011 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അടങ്ങിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ മാറ്റുന്ന അതേ രീതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം. 1950 മുതൽ 1989 ഒക്ടോബർ 15 വരെ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1989 ഒക്ടോബർ 16 മുതൽ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി നിയമിച്ച് 3 അംഗ ഇലക്ഷൻ കമ്മീഷണറാക്കി മാറ്റി. 1990 വീണ്ടും ഏകാംഗ ഇലക്ഷൻ കമ്മീഷണറാക്കി മാറ്റി. എന്നാൽ 1993 വീണ്ടും 3 അംഗ ഇലക്ഷൻ കമ്മീഷനാക്കി. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പുകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന രാഷ്ട്രതന്ത്ര ശാഖയാണ് സെഫോളജി. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണവ് റോയ് ആണ്. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണവ് റോയ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത്. സുപ്രീം കോടതി ജഡ്ജിയുടെ സമാനമായ സ്ഥാനവും വേതനവുമാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത്. ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതി ഉപദേശിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ഹിമാചൽ പ്രദേശിലെ ചിനിയിലാണ് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 489. അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 സീറ്റ് നേടി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷൻ. രമൺ മഗ്സസെ പുരസ്കാരം നേടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. ആദ്യ മലയാളിയാണ്. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതിനും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പുകൾ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി. MLA, MP എന്നിവരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ച വർഷം 1989. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി 1988. വോട്ടിംഗ് പ്രായം 18 ആക്കി കുറച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി.
തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവചൻ സദൻ, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത VS രമാദേവി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് VS രമാദേവി. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് KVK സുന്ദരം. നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അപ്പോൾ 26ാമത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഇതിനു മുന്നേ 25 രാജീവ് കുമാർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ചാണ് ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 326. ഇനി ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഷം 1885 ചിഹ്നം കൈപ്പത്തി. അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകൃതമായത് 1925, ചിഹ്നം അരിവാളും നെൽക്കതിരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 1964 രൂപീകൃതമായത്, ചുറ്റിക അരിവാൾ നക്ഷത്രം. അടുത്തത് ഭാരതീയ ജനതാ പാർട്ടി 1980, ചിഹ്നം താമര. ബഹുജൻ സമാജ് പാർട്ടി 1984, ചിഹ്നം ആന. നാഷണൽ കോൺഗ്രസ് പാർട്ടി 1999, ചിഹ്നം ക്ലോക്ക്. തൃണമൂൽ കോൺഗ്രസ് 1998, പുല്ലും പൂവും. അടുത്തിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകരിച്ചത് തൃണമൂൽ കോൺഗ്രസിനെയാണ്. ഇനി വരുന്നത് നോട്ടയെക്കുറിച്ചാണ്. തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് നൺ ഓഫ് ദി എബോ എന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നിഷേധ വോട്ട്, നെഗറ്റീവ് വോട്ട്. ജസ്റ്റിസ് P. സദാശിവം, ജസ്റ്റിസ് രഞ്ജന പ്രകാശ്, ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി അടങ്ങുന്ന ബെഞ്ചിൽ 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി വിധിയിലൂടെയാണ് നോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 2013 സെപ്റ്റംബർ 27 സുപ്രീം കോടതി വിധിയിലാണ് നോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. നോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നിഷേധ വോട്ട് നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അപ്പോൾ 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിഷേധ വോട്ട് സംവിധാനം നടപ്പിലാക്കിയ 15ാമത്തെ രാജ്യം നേപ്പാൾ. നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയിൽ നോട്ട് നടപ്പിലാക്കുവാൻ പൊതു താൽപര്യ ഹർജി നൽകിയ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. PUCL രൂപം കൊണ്ട വർഷം 1970, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ. ഏത് തെരഞ്ഞെടുപ്പിലാണ് നോട്ട് ആദ്യമായി നടപ്പിലാക്കിയത്? നോട്ട് ആദ്യമായി നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് ഡൽഹി, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ 2013 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യയിൽ നോട്ട് ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂഡൽഹി. നിഷേധ വോട്ടുകൾ ആദ്യം എണ്ണി തിട്ടപ്പെടുത്തിയതിനെ തുടർന്ന് ന്യൂഡൽഹിയാണ് ആദ്യമായി നടപ്പിലാക്കിയതായി കണക്കാക്കപ്പെടുന്നത്. നിഷേധ വോട്ടിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അഹമ്മദാബാദ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെന്റ്. ഹൈക്കോടതി ജഡ്ജിയെ മാറ്റുന്ന അതേ രീതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ കഴിയും? 2. പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്? 48 മണിക്കൂർ മുൻപാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസറാണ്. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ.
നിലവിലെ കേരള സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. നിലവിൽ കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രണബ് ജ്യോതി. അടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷൻ. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1926. പബ്ലിക് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 316. UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധിയും 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. UPSCയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ, 1926 to 1932. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ 11. ചെയർമാൻ ഉൾപ്പെടെ 11 അംഗങ്ങളാണ് UPSCയുടെ അംഗസംഖ്യ. UPSC, PSC എന്നിവയുടെ മൊത്തം അംഗസംഖ്യയിൽ പകുതി പേർ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കീഴിൽ 10 വർഷം ഉദ്യോഗം വഹിച്ചവരായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. വിരമിച്ചതിന് ശേഷം UPSC ചെയർമാന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും വഹിക്കാൻ കഴിയില്ല. UPSCയിൽ അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടി. UPSC അംഗമായ ആദ്യ മലയാളി ഡോക്ടർ KG അടിയോടി. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം 1956. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ EK വേലായുധൻ. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 സ്ഥാപിതമായി. ഇത് 1956 കേരള പബ്ലിക് സർവീഷനായി മാറി. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ EK വേലായുധൻ. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. UPSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. UPSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ MR ബൈജു. അടുത്തത് ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 280. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ 5 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, 2020 to 2025. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി VP മേനോൻ. ഒന്നാം ധനകാര്യ കമ്മീഷൻ. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറിയായ ആദ്യ മലയാളി PC മാത്യു. ധനകാര്യ കമ്മീഷനുകളും ചെയർമാൻമാരും. ഒന്നാം ധനകാര്യ കമ്മീഷൻ KC നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ KC നിയോഗി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനാഗ്രിയ. കേരള ധനകാര്യ കമ്മീഷണർ SM വിജയാനന്ദ്. അടുത്തത് CAG. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. CAG ആണ് വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നത് CAG ആണ്.
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. നിലവിലെ CAG ജനറൽ K സഞ്ജയമൂർത്തി. 14th വരുന്നത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയമൂർത്തി. CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 148. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് CAG. CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതി. CAGയുടെ ഭരണകാലാവധി 6 വർഷം അഥവാ 65 വയസ്സ്. CAGയുടെ സ്ഥാനത്ത് നിന്ന് CAGയെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് പ്രസിഡന്റ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്ന രീതിയിൽ CAG രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിന്. കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് CAG സമർപ്പിക്കുന്നത് ഗവർണർക്ക്. ഇന്ത്യയുടെ പ്രഥമ CAG V നരഹരി റാവു. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ അറ്റോർണി ജനറലാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ. അറ്റോർണി ജനറലിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 76. കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അറ്റോർണി ജനറലിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് രാഷ്ട്രപതി. അപ്പോൾ അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്, അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അറ്റോർണി ജനറലിന് സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട യോഗ്യത ഉണ്ടായിരിക്കണം. പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ MC സെതൽവാദ്. ഇന്ത്യയുടെ പ്രഥമ അറ്റോർണി ജനറൽ MC സെതൽവാദ്. 2 തവണ അറ്റോർണി ജനറലായ വ്യക്തി സോളി സൊറാബ്ജി മിലോൺ K ബാനർജി. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമസഭാ ഓഫീസർ സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലാകുന്ന ആദ്യ മലയാളി KK വേണുഗോപാൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ R വെങ്കടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലാകുന്ന ആദ്യ മലയാളി KK വേണുഗോപാൽ. അഡ്വക്കേറ്റ് ജനറൽ. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 165. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ. അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഹൈക്കോടതി ജസ്റ്റിസ് ആകുന്നതിനുള്ള യോഗ്യതയാണ്. കേരളത്തിലെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992 മാർച്ച് 12. 1990 65-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 1990 65-ാം ഭേദഗതി വഴിയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദാൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്തത് 2003 89-ാം ഭേദഗതി വഴിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 338. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ്.
ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5, ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാൻ 2004. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 338A. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ കൻവർ സിംഗ് 2004. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അൻഡാർ സിംഗ് ആര്യ.